Hi all, welcome to Dakshina Learnings. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തീംസ് അനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ റിവർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബിഫോർ ദാറ്റ് നമ്മുടെ ഈ പോർഷൻ പഠിച്ചാൽ നമുക്ക് എത്രമാത്രം ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. 2021 ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ദ ഇൻഡസ് റിവർ സിസ്റ്റം ഓഫ് ദ ഫോളോയിങ് 4 rivers, 3 of them pour into one of the which joins the Indus direct. Among the following, which one is such river that joins the Indus direct? ഇത് നമ്മുടെ UPSC കീ പബ്ലിഷ് ചെയ്തതിനു ശേഷം അത്യാവശ്യം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2021 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവണം ഏതൊക്കെ റിവറിനോട് ജോയിൻ ചെയ്തിട്ടാണ് അതിന്റെ മെയിൻ റിവറിലേക്ക് കണക്ട് ആവുന്നത് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് റിവേഴ്സ്: ബ്രാഹ്മണി, നാഗവല്ലി, സുബർണരേഖ, വംശധര. Which of the above rise from the eastern Ghats? അപ്പോൾ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിവേഴ്സ് ഏതൊക്കെ ഭാഗത്താണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അത് എങ്ങോട്ടേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്, അതിന്റെ ട്രിബ്യൂട്ടറീസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് പേയേഴ്സ്. വൈൽഡ് ലൈഫ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നാച്ചുറലി ഫൗണ്ട് ഇൻ ഏതൊക്കെ റിവേഴ്സിലാണത് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്ലൂഫിൻഡ് മഹസീർ, കാവേരി റിവർ, ഇറാവതി ഡോൾഫിൻ, ചമ്പൽ റിവർ, റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ്, ഈസ്റ്റേൺ ഗട്ട്സ്. വിച്ച് ഓഫ് ദ പേയേഴ്സ് ഗിവൻ എബവ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റത്തിലെ എക്കോളജി അതിനെയും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. എക്കോളജി മാത്രമല്ല, ആ ഭാഗത്തുള്ള നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ നമുക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് കടക്കാം. ഇന്ത്യൻ റിവർ സിസ്റ്റം. ഓക്കെ, ഇന്ത്യൻ റിവർ സിസ്റ്റത്തിന് നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് എ ഡ്രെയിനേജ്. ഓക്കെ, എന്താണ് ഡ്രെയിനേജ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു വെൽ ഡിഫൈൻഡ് ചാനലിൽ കൂടെയുള്ള വാട്ടറിന്റെ ഫ്ലോനെയാണ് നമ്മൾ ബേസിക്കലി ഡ്രെയിനേജ് എന്ന് പറയാം. ഈ ഡ്രെയിനേജിന്റെ ഒക്കെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയാം. ബേസിക്കലി ഈ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫോം ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും അതിന്റെ ജിയോളജിക്കൽ ടൈം പീരീഡ്. ഓക്കെ, അത് മാത്രമല്ല ആ ഭാഗത്തുള്ള റോക്സിന്റെ നേച്ചറും സ്ട്രക്ചറും, ഏതൊക്കെ ടൈപ്പ് ഓഫ് റോക്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്, എന്താണ് അവിടുത്തെ ടോപ്പോഗ്രഫി എന്നുള്ളത്, എത്രമാത്രം സ്ലോപ്പ് അവിടെ ഉണ്ട്, അതുപോലെ എത്രമാത്രം എമൗണ്ട് ഓഫ് വാട്ടർ അതുവഴി ഫ്ലോ ചെയ്യുന്നുണ്ട്, ആ വാട്ടറിന്റെ പീരിയോഡിസിറ്റി എന്താണ്, കണ്ടിന്യൂസ്ലി അത് പെരനിയൽ റിവർ ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം വാട്ട് ഈസ് റിവർ ബേസിൻ ആൻഡ് വാട്ടർ ഷെഡ് എന്ന്. ബേസിക്കലി വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാർജ് ഏരിയ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ വലിയൊരു റിവറിലേക്ക് നമ്മുടെ ചെറിയ ചെറിയ റിവേഴ്സ് വന്ന് കണക്ട് ആവുന്ന ഒരു ഏരിയ ആണ് വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയൊരു ഏരിയ ആണ് നമ്മുടെ റിവർ ബേസിൻ. ധാരാളം വാട്ടർ ഷെഡ്സ് കണക്ട് അല്ലെങ്കിൽ കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വാട്ടർ ഷെഡ് ഓഫ് യമുന, വാട്ടർ ഷെഡ് ഓഫ് ഗണ്ഡക്, അതുപോലെ വാട്ടർ ഷെഡ് ഓഫ് ചമ്പൽ കൂടി ചേർന്നിട്ട് നമുക്ക് റിവർ ബേസിൻ ഓഫ് ഗംഗ അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ ഓഫ് ഗംഗ കാണാനായിട്ട് പറ്റും. ഇന്ത്യൻ റിവർ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം ആൻഡ് നെക്സ്റ്റ് പെനിൻസുലാർ റിവർ സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നോക്കാം. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ യങ്ങസ്റ്റ് റിവർ ഫ്ലോയിങ് ഏരിയാസ് ആണ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് മേജർലി ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ഈ 3 റിവേഴ്സും അതിന്റെ ട്രിബ്യൂട്ടറീസും ഇവയെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 റിവേഴ്സും അല്ലെങ്കിൽ അതിന്റെ ട്രിബ്യൂട്ടറീസും വളരെ യങ് ഫോമിലാണ്. അവര് അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടർ ഫ്ലോ ഉള്ള ഒരു ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടുത്തെ ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് അത് പെരനിയൽ റിവർ സിസ്റ്റം ആണ്. പെരനിയൽ റിവർ സിസ്റ്റം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് അവിടെ വാട്ടർ ഫ്ലോ കാണാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെയാണ്? പ്രസിപ്പിറ്റേഷനിൽ കൂടെ മാത്രമല്ല, അവിടെ സ്നോ മെൽറ്റിംഗിൽ കൂടെയും നമുക്ക് വാട്ടർ ഫ്ലോ കാണാൻ പറ്റും. സോ അതെന്താണ്? പെരനിയൽ റിവർ സിസ്റ്റം ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഡീപ് ഗോർജസ് കാണാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഡീപ് ഗോർജസ് കാണാനായിട്ട് പറ്റുക? ഈ റിവർ സിസ്റ്റം വളരെ യങ്ങസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ വളരെ ഫോഴ്സിലാണ് മൂവ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇറോഷണൽ കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെ റിവറിന്റെ ഇറോഷണൽ കപ്പാസിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ലാൻഡ് ഫോം ആണ് ഗോർജസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മല ഇടുക്കുകളിലൊക്കെ വളരെ നേരിയ ചാലുകൾ പോലുള്ള ഏരിയ കണ്ടിട്ടുണ്ടോ? ക്രെവിസ് പോലുള്ള ഏരിയാസ്. സോ അങ്ങനെയുള്ള ഏരിയാസ് ആണ് ഡീപ് ഗോർജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വി ഷേപ്ഡ് വാലീസ്. എങ്ങനെയാണ് വി ഷേപ്ഡ് വാലീസ് ഫോം ആവുക? ഇപ്പൊ ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്. ബേസിക്കലി ഹിമാലയൻ റിവേഴ്സ് അതിന്റെ യങ്ങസ്റ്റ് ഫോമിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇറോഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇറോഷൻ ആയിരിക്കും. അതായത് നമ്മുടെ റിവർ ബെഡിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും അത് റിവർ ബെഡിനെ വെർട്ടിക്കലി കട്ട് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഇറോഷൻ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വി ഷേപ്ഡ് വാലീസ് ധാരാളമായിട്ട് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ആൻഡ് വാട്ടർഫോൾസ്. എങ്ങനെയാണ് റാപ്പിഡും വാട്ടർഫോൾസും? ചെറിയ ചെറിയ അരുവികൾ
നമുക്കറിയാൻ പറ്റും അത്യാവശ്യം കൂടുതൽ വാട്ടർ ഫ്ലോ ഉള്ള ഏരിയാസിൽ നമുക്ക് ധാരാളം റാപ്പിഡ്സ് കാണാൻ പറ്റും, അതുപോലെ വാട്ടർഫോൾസ് കാണാൻ പറ്റും. പിന്നെ ഈ യങ്ങസ്റ്റ് ആയിട്ടുള്ള റിവേഴ്സ്, വളരെ കുത്തി ഒലിച്ച് വരുന്ന ഈ റിവേഴ്സ് പ്ലെയിൻസിലേക്ക് കടക്കുമ്പം കുറച്ചധികം ഫീച്ചേഴ്സ് കാണിക്കും, അതായത് കുറച്ചധികം ഡിപ്പോസിഷണൽ ഫീച്ചേഴ്സ് കാണിക്കും. ഇവ ധാരാളം സെഡിമെന്റ്സിനെ ക്യാരി ചെയ്ത് വരുന്നുണ്ട്. ഈ ഇറോഷണൽ കപ്പാസിറ്റിയുടെ ഫലമായിട്ട് ധാരാളം സെഡിമെന്റ്സിനെ ക്യാരി ചെയ്ത് വരുന്നുണ്ട്. പ്ലെയിൻസിലേക്ക് എൻ്റർ ആവുമ്പോൾ ഇവ എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ സെഡിമെന്റ്സിനെ ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ധാരാളം ഡിപ്പോസിഷണൽ ഫീച്ചേഴ്സ് ലൈക്ക് ഓക്സ്ബോ ലേക്ക്, സാൻഡ് ബാസ്, ഡെൽറ്റാസ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ഒരു ഫീച്ചറാണ്, ഈ റിവേഴ്സ് നല്ലൊരു ഫ്ലഡും കാര്യങ്ങളും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ കോഴ്സ് അല്ലെങ്കിൽ ഇവരുടെ ചാനൽ ഇവർ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ തീസ്ത എന്ന് പറയുന്ന റിവർ ഒരു 70-80s മുമ്പ് നമ്മുടെ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിരുന്നു. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ഫ്ലഡിന് ശേഷം ഈ തീസ്ത റിവർ അതിന്റെ കോഴ്സ് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറി ആയിട്ടാണ്. സോ അതാണ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 റിവേഴ്സ് ആണ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. അവയും അവയുടെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചിട്ടുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഡസ് റിവർ സിസ്റ്റം. ഫാദർ ഓഫ് റിവേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു പർട്ടിക്കുലർ റിവർ ആണ് ഇൻഡസ് റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ലാർജസ്റ്റ് റിവർ ബേസിൻ ഇൻ ദ വേൾഡ്. ഓക്കെ, വേൾഡിലെ തന്നെ ഒരു ലാർജസ്റ്റ് റിവർ ബേസിൻ ആണ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും ലോങ്സ്റ്റ് റിവർ ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, നമ്മുടെ ഇൻഡസ് റിവർ ആണ്. ഓക്കെ, ഈ ഇൻഡസ് റിവർ ടിബറ്റിലെ മാനസരോവർ ലേക്കിലെ ബൊക്കാർച്ചു ഗ്ലേഷ്യറിലാണ് ഒറിജിനേറ്റ് ആവുന്നത്. ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ ഒറിജിനേറ്റ് ആവുന്ന ഇൻഡസ് റിവർ ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ ഒറിജിനേറ്റ് ആവുന്ന ഇൻഡസ് റിവർ തുടർന്ന് കാശ്മീരിലെ ലഡാക്ക് ഏരിയയിലേക്ക് വരുന്നു. ലഡാക്കിലെ ലേ എന്ന പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു. അതിനുശേഷം POKയിലേക്ക് എത്തുന്നു. POKയിൽ എത്തുമ്പോൾ വെസ്റ്റേൺ മോസ്റ്റ് പീക്ക് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്ന നങ്ക പർബത് മൗണ്ടന്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കിനും ഒരു സിൻഡാക്സിയൽ ബെൻഡ് എടുക്കുന്നു. അവിടെ ഒരു ഡീപ് ഗോർജസ്, ഒരു സ്പെക്ടക്കുലർ ഗോർജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ദർദിസ്ഥാൻ റീജിയനിലുള്ള ചില്ലാർ ഭാഗത്ത് വെച്ച് നമ്മുടെ പാകിസ്ഥാനിലേക്ക് കടക്കുകയാണ് ഇൻഡസ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഇൻഡസ് അറിയപ്പെടുന്നത് ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ. ഓക്കെ, വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ഇൻഡസ് ഇന്ത്യയിലൂടെ ട്രാവൽ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം മെജോറിറ്റിയും എങ്ങോട്ടേക്കാണ് ഡ്രെയിൻ ആവുന്നത്, നമ്മുടെ പാകിസ്ഥാനിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ അല്ലെങ്കിൽ മേജർ റിവർ സിസ്റ്റം ഓഫ് പാകിസ്ഥാൻ ഒക്കെ ഇൻഡസ് ആയി മാറുന്നത്. അതിനുശേഷം അവിടെ ടർബേല എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള അവിടുത്തെ ഏറ്റവും വലിയൊരു ഡാം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അറ്റോക്കിൽ വെച്ച് ഇൻഡസ് പ്ലെയിൻസിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഇൻഡസിന്റെ 5 ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പാഞ്ച്നാട് എന്നറിയപ്പെടുന്ന ട്രിബ്യൂട്ടറീസ് മിഥാൻകോട്ടിന് മുകളിൽ വെച്ച് സ്വീകരിക്കുകയും അതിനുശേഷം നമ്മുടെ അറേബ്യൻ സീ സിസ്റ്റത്തിലേക്ക് ഡ്രെയിൻ ഓഫ് ആവുകയും ചെയ്യുന്നു. ഇതാണ് ഇൻഡസിന്റെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇൻഡസ് എവിടെയാണ് ഒറിജിനേറ്റ് ആവുന്നത്. ബൊക്കാർച്ചു ഗ്ലേഷ്യർ, ടിബറ്റിലെ മാനസരോവർ ലേക്കിലെ ബൊക്കാർച്ചു ഗ്ലേഷ്യറിലാണ് ഇൻഡസ് ഒറിജിനേറ്റ് ആവുന്നത്. അവിടുന്ന് ഫ്ലോ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ഫ്ലോയിങ്ങിൽ ഇൻഡസ് ധാരാളമായിട്ടുള്ള ട്രിബ്യൂട്ടറീസ് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ധാരാളം ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് റിസീവ് ചെയ്യുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ നുബ്ര, ഹുൻസ, ഖുർറം, തോച്ചി, ഷോക്ക്. റിവർ ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന ഒരു റിവറാണ് ഷോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള റിവർ സിസ്റ്റം ജോയിൻ ആവുന്നു. ആൻഡ് ദെൻ നമ്മുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള സത്ലജ്, ബിയാസ്, രവി, ജലം, ചെനാബ് എന്നറിയപ്പെടുന്ന പാഞ്ച്നാടും റിസീവ് ചെയ്യുന്നു. ഈ പാഞ്ച്നാട് റിവേഴ്സ് ആണ് ഇന്ത്യയിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പാഞ്ച്നാട്ടിലേക്കായിരിക്കും. ഇതാണ് ഇൻഡസിന്റെ ഫ്ലോ സിസ്റ്റം. നോക്കിക്കേ, ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒന്നാണ് ഇൻഡസ് റിവർ സിസ്റ്റം. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ജലം വരുന്നുണ്ട്, ആൻഡ് ദെൻ ചെനാബ്, രവി, ബിയാസ്, ആൻഡ് ദെൻ സത്ലജ്. നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960 വരുന്നുണ്ട്. ഈ വാട്ടർ ട്രീറ്റി അനുസരിച്ചിട്ട് വേൾഡ് ബാങ്കിന്റെ ഒരു കോർപ്പറേഷനോട് കൂടിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി നടന്നിട്ടുള്ളത്. നമ്മുടെ ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ അയ്യൂബ് ഖാനുമാണ് ഈ ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സ്. ഇതനുസരിച്ചിട്ട് വെസ്റ്റേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ഇൻഡസ്, ജലം, ചെനാബ്, ഈ 3 ട്രിബ്യൂട്ടറീസും ആർക്കാണ്, അല്ലെങ്കിൽ ആ 3 വാട്ടർ ഫ്ലോസും കംപ്ലീറ്റ്ലി നമ്മുടെ പാകിസ്ഥാനും, ആൻഡ് ദെൻ രവി, ബിയാസ്, സത്ലജ്, ഈ 3 ട്രിബ്യൂട്ടറീസും ഇന്ത്യക്കുള്ളതുമാണ്. നമുക്ക് ഫസ്റ്റ് ജലത്തെ കുറിച്ചിട്ട് കൂടുതൽ നോക്കാം. ജലം എന്ന് പറയുന്നത് കാശ്മീരിലെ പീർപാഞ്ചാൽ റേഞ്ചിലെ വെരിനാഗ്
ഗ്ലേഷ്യറിൽ നിന്നുണ്ടാവുന്ന ഒരു സ്പ്രിംഗ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്തു വരുന്ന ഒന്നാണ് ജലം എന്ന് പറയുന്ന റിവർ. ഓക്കെ, ഈ ജലം റിവർ നമ്മുടെ ശ്രീനഗർ ഭാഗത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ ശ്രീനഗറിൽ കൂടെ ഒഴുകി വൂളാറിലേക്ക് ഒഴുകിയെത്തുന്നു. പിന്നീട് പാകിസ്ഥാനിലെ ട്രിമു എന്ന് പറയുന്ന ഏരിയയിൽ വെച്ചിട്ട് ചെനാബുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ജലം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത് തന്നെ പാകിസ്ഥാനിലെ കുറെ ഡെലിഗേറ്റ്സ് നമ്മുടെ ഇൻഡസ് ഏരിയയിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിനെ കുറിച്ചിട്ട് ക്യാരി ഓൺ അല്ലെങ്കിൽ അത് നോക്കി കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം, ഏതൊക്കെ പ്രൊജക്ട് നമ്മുടെ റിവേഴ്സിലുണ്ടെന്നുള്ളത്. സോ ഈ ജലം റിവറിലുള്ളതാണ് കിഷൻ ഗംഗ, ഉറി, തുൽബുൾ പ്രൊജക്ട്സ് ഒക്കെ നമ്മുടെ ജലം റിവറിലുള്ളതാണ്. ഈ കിഷൻ ഗംഗ റിവർ പാകിസ്ഥാനിലേക്ക് എത്തുമ്പം നീലം റിവർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ ചെറിയൊരു ഡിസ്പ്യൂട്ട് പാകിസ്ഥാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ റിവറിന്റെ ഫ്ലോനെ അത് ബാധിക്കുന്നുണ്ടെന്നൊക്കെയുള്ള തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. സോ ഇതാണ് ജലം റിവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചെനാബ് ആണ്. ചെനാബ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാരാലാച്ച പാസിലാണ്. ഓക്കെ, ഹിമാചൽ പ്രദേശിലെ ബാരാലച്ചാലയിലാണ് ചെനാബ് ഒറിജിനേറ്റ് ആവുന്നത്. ഈ ബാരാലച്ചാല എന്ന് പറയുന്നത് നമ്മുടെ ലേയെയും അതുപോലെ തന്നെ കല്ലുപ്പിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മണ്ഡി റീജിയനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പാസ്സാണ് ബാരാലാച്ച പാസ്. അവിടെയാണ് ചെനാബ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആ ഭാഗത്ത് ചന്ദ്ര ആൻഡ് ഭാഗ അങ്ങനെ രണ്ട് സ്ട്രീംസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കൊണ്ട് തന്നെ ചെനാബിനെ ചന്ദ്രഭാഗ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ചെനാബിൽ നമുക്ക് ധാരാളം റിവർ പ്രൊജക്ട്സ് കാണാം. ബഗ്ലിഹാർ, സലാൽ, റാറ്റിൽ, ഈ പ്രൊജക്ട്സ് ഒക്കെ ചെനാബില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് നടക്കുന്ന ഒന്നാണ് ബഗ്ലിഹാർ പ്രൊജക്ട് എന്ന് പറയുന്നത്, പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. സോ ഈ പ്രൊജക്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് രവി. രവി ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ തന്നെ റോത്താങ് പാസിലാണ് രവി ഒറിജിനേറ്റ് ആവുന്നത്. രവിയുടെ തീരത്താണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ഹാരപ്പ സ്ഥിതി ചെയ്തിരുന്നത്. സോ ഇത് തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മുടെ മോഹൻജദാരോ സ്ഥിതി ചെയ്തിരുന്നത് ഇൻഡസ് റിവർ വാട്ടറിന്റെ ബാങ്കിലാണ്. രവി ഹാരപ്പയുടെ തീരത്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൃത്യമായിട്ടും നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ രവിക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, രവിയിലും നമുക്ക് തെയിൻ ഡാം പോലുള്ള പ്രോജക്ട്സ് രവിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, തെയിൻ ഡാം രവിയിൽ കാണുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിയാസ്. ഇൻഡസ് റിവറിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ട്രിബ്യൂട്ടറിയും അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന ഒരു ട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ബിയാസ് റിവർ. ബിയാസ് എവിടെയാണ് ഒറിജിനേറ്റ് ആവുന്നത്? റോത്താങ് പാസില് ബിയാസ് ഖുണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ, ഹിമാചൽ പ്രദേശിലെ റോത്താങ് പാസിലെ ബിയാസ് ഖുണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ബിയാസ് ഫോം ആവുന്നത്. ഇത് നമ്മുടെ പഞ്ചാബിലേക്ക് വന്ന് പഞ്ചാബിലെ ഹരിക്കെ വെറ്റ്ലാൻഡിൽ വെച്ചിട്ട് സത്ലജുമായിട്ട് മീറ്റ് ആവുന്നു. ഓക്കെ, ഫൈനലി സത്ലജ് ആണ് നമ്മുടെ ഇൻഡസിലേക്ക് ഈ റിവേഴ്സിനെയൊക്കെ കണക്ട് ആക്കുന്നത്. ഓക്കെ, അപ്പം കമ്പാരിറ്റീവ്ലി വളരെ സ്മോളർ ആണ്. ബിയാസ് ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്നു. ഏറ്റവും സ്മോളർ ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ആണ് ഇൻഡസിന്റെ എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ രവി എന്ന് പറയുന്നത് പഞ്ചാബിലെ ഏറ്റവും ചെറിയ റിവർ സിസ്റ്റം ആണ് രവി എന്ന് പറയുന്നത്. ഓക്കെ, രവി പഞ്ചാബിലെ ഏറ്റവും സ്മോളസ്റ്റ് റിവർ സിസ്റ്റം ആണ്. പക്ഷെ ബിയാസ് എന്ന് പറയുന്നത് ഇൻഡസ് വാട്ടർ അല്ലെങ്കിൽ ഇൻഡസ് റിവറിന്റെ ഏറ്റവും സ്മോളസ്റ്റ് റിവർ സിസ്റ്റവുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന ഒരു റിവർ സിസ്റ്റവുമാണ് ബിയാസ് എന്ന് പറയുന്നത്. മഹാറാണ പ്രതാപ് ഡാം അല്ലെങ്കിൽ പോങ് ഡാം എന്നറിയപ്പെടുന്ന പ്രൊജക്റ്റും നമ്മുടെ ബിയാസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സത്ലജ്. സത്ലജ് അല്ലെങ്കിൽ ലങ്ജങ് ഖംബാബ്. ഓക്കെ, നമ്മുടെ ടിബറ്റിലാണ് സത്ലജും ഒറിജിനേറ്റ് ആവുന്നത്. മാനസരോവർ ലേക്കിന് മുകളിലുള്ള രാഗാസ് ലേക്ക് അല്ലെങ്കിൽ രക്ഷസ്ഥൽ ഈ ഭാഗത്താണ് നമ്മുടെ റിവർ സത്ലജ് ഒറിജിനേറ്റ് ആവുന്നത്. ഇവിടെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് ലങ്ജങ് ഖംബാബ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡസ് ടിബറ്റിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് സിംഗി കമ്പൻ. ഓക്കെ, സിംഗി കമ്പൻ. ഈ രണ്ട് പേരുകളും തമ്മിൽ മാറിപ്പോവരുത്, ലങ്ജങ് ഖംബാബ് ആൻഡ് സിംഗി കമ്പൻ. ഈ റിവർ സത്ലജ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഹിമാചൽ പ്രദേശിലുള്ള ഷിപ്കില പാസിൽ കൂടെയാണ്. ഷിപ്കില പാസിൽ കൂടെയാണ് റിവർ സത്ലജ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം റിവർ നമ്മുടെ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഏരിയയിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഈ പഞ്ചാബിൽ വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ആയിട്ട് കുറച്ചധികം പ്രൊജക്ട്സ് നമുക്ക് കാണാം. നാഥ്വ ജാക്രി പ്രൊജക്ട്സ് ഹിമാചൽ പ്രദേശിലുള്ള ഒരു പ്രൊജക്ട് ആണ്. അതുപോലെ തന്നെ ഭക്രാനങ്കൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്ന ഭക്രാനങ്കൽ പ്രൊജക്ട് നമ്മുടെ സത്ലജ് റിവറിലാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ രാജസ്ഥാൻ ഏരിയയിലെ ഇറിഗേറ്റഡ് അല്ലെങ്കിൽ വെൽ ഇറിഗേറ്റഡ് അല്ലാത്ത രാജസ്ഥാൻ ഏരിയയെ കുറച്ചുകൂടി ഇറിഗേറ്റഡ് ആക്കാനും അവിടെ കൃഷിഭൂമി ആക്കാനും നമ്മൾ ഒരു കനാൽ സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ദിരാഗാന്ധി കനാൽ.
അപ്പം ഈ കനാലും എവിടെയാണ്? നമ്മുടെ സത്ലജ് റിവറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് നമുക്ക് കാണാം, ഇവിടെ പിക്ചറിൽ കാണാൻ പറ്റും, ഏറ്റവും സദേൺ മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് എന്ന് പറയുന്നത് സത്ലജ് ആണ്. ഈ സത്ലജിലേക്ക് വാട്ടർ എല്ലാം കളക്ട് ചെയ്തതിന് ശേഷമാണ് മിഥാൻകോട്ടിൽ വെച്ചിട്ട് ഇവ നമ്മുടെ ഇൻഡസുമായിട്ട് കണക്ട് ആവുന്നത്. ഇത് തന്നെയായിരുന്നു ഒരു കോൺട്രവേഴ്സ്യൽ. സത്ലജ് ആണോ ചെനാബ് ആണോ എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു കൺഫ്യൂഷൻ. UPSC ആൻസർ പറഞ്ഞിരിക്കുന്നത് സത്ലജ് എന്ന് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗംഗ റിവർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഗംഗ റിവർ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമുക്ക് ഗംഗ എന്ന് പറയാം. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളമുള്ള നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലും ഗംഗ തന്നെയാണ് അതിന്റെ ആൻസർ. ഇത് മാത്രമല്ല, നമുക്കറിയാം നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിന്റെ ആ ഭാഗത്തായതുകൊണ്ട് തന്നെ ഗംഗയുടെ അല്ലെങ്കിൽ ഗംഗ പ്ലെയിനിൽ ധാരാളമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസും അതുപോലെ ധാരാളമായിട്ടുള്ള പിൽഗ്രിമേജ് സെന്റേഴ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനാൽ തന്നെ ഗംഗയിൽ ധാരാളമായിട്ട് മാലിന്യം നിക്ഷേപം നമുക്ക് തുടരെ കാണാനായിട്ട് സാധിക്കും. 1986 തന്നെ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1986 ഗംഗ ആക്ഷൻ പ്ലാൻ എന്നൊരു രീതിയിൽ ഒരു ഗംഗേനെ മാലിന്യ മുക്തമാക്കാനുള്ള ഒരു പ്രൊജക്ട് മുന്നോട്ട് വെച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ 1996 വരുമ്പോഴത്തേക്കിനും നമ്മുടെ HD ദേവഗൌഡ അതുപോലെ ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീന ഇവരൊരു ഗംഗ വാട്ടർ ട്രീറ്റിയിൽ ഒപ്പിടുകയും ചെയ്തു. ഇനി മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 2008 നമ്മൾ ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ ഗംഗയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല 2009 നമ്മൾ ഗംഗയിൽ കാണുന്ന ഗാൻജറ്റിക് ഡോൾഫിനെ നാഷണൽ അക്വാറ്റിക് ആനിമൽ ആയിട്ടും പ്രഖ്യാപിച്ചു. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും രീതിയിൽ ഇത്രയും പ്രോജക്ട്സ് മുന്നോട്ട് വെച്ചിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു പർട്ടിക്കുലർ ഗംഗ റിവർ സിസ്റ്റത്തിനെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. 2014 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം നമാമി ഗംഗ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനും മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ഇത്രയധികം തരത്തില് ഗംഗ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഗംഗ ഒറിജിനേറ്റ് ആവുന്നത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലെ ഉത്തരകാശി ഡിസ്ട്രിക്റ്റിലെ ഗൗമുഖ് കേവിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഗംഗ ഒറിജിനേറ്റ് ആവുന്നത്. ഇവിടുന്ന് ഗംഗയെ നമ്മൾ ഗംഗ എന്നല്ല വിളിക്കുന്നത്, ഭാഗീരഥി എന്ന പേരിലാണ് ഗംഗ ഈ ഒരു ഭാഗത്ത് അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മുടെ സദോബാന്ത് ഗ്ലേഷ്യറിന് മുകളിലുള്ള ബദ്രിനാഥിൽ നിന്ന് ഒറിജിനേറ്റ് ആയി വരുന്ന അളകനന്ദ ഭാഗീരഥിയെ ദേവപ്രയാഗുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഗംഗ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇതിനുശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും ധാരാളം അല്ലെങ്കിൽ ഒരു പഞ്ച് പ്രയാഗ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കോൺസെപ്റ്റ് ഓഫ് പഞ്ച് പ്രയാഗ്. ഈ നമ്മൾ പറഞ്ഞ അളകനന്ദയിലേക്ക് ഡിഫറെന്റ് റിവേഴ്സ് വന്ന് കോൺഫ്ലുവൻസ് ആകുന്നതാണ് നമ്മൾ ഈ പഞ്ച് പ്രയാഗ്സ് എന്നുള്ള പേരിൽ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സദോബാന്ത് ഗ്ലേഷ്യറിന് മുകളിലുള്ള ബദ്രിനാഥിൽ നിന്നാണ് അളകനന്ദ ഒറിജിനേറ്റ് ആയി വരുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാകും അളകനന്ദ അവിടുന്ന് ഫ്ലോ ചെയ്ത് വരുന്നു. അളകനന്ദയിലേക്ക് ധൗളി ഗംഗ വന്ന് കണക്ട് ആകുന്ന ഏരിയ ആണ് ഫസ്റ്റത്തെ പ്രയാഗായിട്ടുള്ള വിഷ്ണു പ്രയാഗ്. ഓക്കെ, അതിനുശേഷം മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ അളകനന്ദ മുന്നോട്ട് വരുമ്പം നന്ദാഗിനി എന്ന് പറയുന്ന ഒരു റിവർ വന്ന് കോൺഫ്ലുവൻസ് ആകുന്നു. അത് നമ്മുടെ നന്ദപ്രയാഗ്. അതിനുശേഷം അളകനന്ദ ഫ്ലോ ചെയ്ത് വരുന്നു. പിണ്ടാർ ഗംഗ ഇതുമായിട്ട് കണക്ട് ആകുന്നു. ആ ഭാഗം നമ്മൾ കർണപ്രയാഗ് എന്ന് പറയുന്നു. വീണ്ടും അളകനന്ദ മുന്നോട്ട് ഒഴുകുകയാണ്. അവിടെ നമ്മൾ നമ്മുടെ മന്ദാകിനി റിവറുമായിട്ട് കോൺഫ്ലുവൻസ് ചെയ്യുന്നു. അതിനെ നമ്മൾ രുദ്രപ്രയാഗ് എന്ന് പറയുന്നു. ഇതിനു ശേഷമാണ് അളകനന്ദ ഭാഗീരഥിയുമായിട്ട് ദേവപ്രയാഗിൽ വെച്ച് കണക്ട് ആകുന്നത്. തുടർന്ന് നമ്മൾ ഇതിനെ ഗംഗ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഗംഗയുടെ ആ ഒരു വാട്ടർ ഫ്ലോ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു ഭാഗീരഥിയും അളകനന്ദയും കൂടെ മീറ്റ് ചെയ്യുന്നു, ദേവപ്രയാഗിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ഗംഗ ഫ്ലോ ചെയ്ത് വരുന്നത് ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുടെ തീരത്തിൽ കൂടെയാണ്. നമ്മുടെ ഋഷികേശ്, ഹരിദ്വാർ. ഓക്കെ, ഈ ഹരിദ്വാറിൽ വെച്ചിട്ട് ഗംഗ പ്ലെയിൻസിലേക്ക് സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഗംഗ നമ്മുടെ കനൌജ്, കാൺപൂർ, അതുപോലെ അലഹബാദ്, കാശി പോലുള്ള ഏരിയാസിൽ കൂടെ വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് ഗംഗ ഏറ്റവും കൂടുതൽ ഫ്ലോ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഉത്തർപ്രദേശ്. അല്ലെങ്കിൽ ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തർപ്രദേശിൽ കൂടെയാണ് ഗംഗ ഏറ്റവും കൂടുതൽ ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബീഹാറിലേക്ക് ഗംഗ പാറ്റ്നയിലൂടെ കടക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും ഭഗൽപൂർ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മുടെ വിക്രമശില വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ഗാൻജറ്റിക് ഡോൾഫിനെ പ്രൊട്ടക്റ്റഡ് ആനിമൽ ആയിട്ട്, നാഷണൽ അക്വാറ്റിക് ആനിമൽ ആയിട്ടുള്ള ഗാൻജറ്റിക് ഡോൾഫിനെ പ്രൊട്ടക്റ്റഡ് ആനിമൽ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ വിക്രമശില വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ ഒഴുകുന്ന റിവറാണ് ഗംഗാ റിവർ എന്ന് പറയുന്നത്. ബീഹാറിന് ശേഷം
നമ്മുടെ ഗംഗ ജാർഖണ്ഡിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഗംഗ ഏറ്റവും കുറവ് ഫ്ലോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ഗംഗ വെസ്റ്റ് ബംഗാളിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഗംഗയിലെ വാട്ടറിനെ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഓഫ് ചെയ്യാതെ ഗംഗയുടെ വാട്ടറിനെ നമ്മൾ ഒന്ന് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. അവിടെ നമ്മളൊരു ബരാഷ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് ഫറാക്ക ബരാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലേക്കാണ് നമ്മൾ ഗംഗയിലെ വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത് ഗംഗയുടെ ട്രിബ്യൂട്ടറി അല്ല, പിന്നെയോ ഡിസ്ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ, ഗംഗയുടെ ഡിസ്ട്രിബ്യൂട്ടറി ആണ് ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് അവിടെ ധാരാളം ജൂട്ട് മിൽസും ഇൻഡസ്ട്രിയൽ ഏരിയാസും കാണാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ടും ഈ പർട്ടിക്കുലർ റിവറിലെ വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, കൊൽക്കത്ത എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിവറൈൻ പോർട്ടാണ്. ഈ ഭാഗത്തെ ഈ റിവർ പോർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ഈ വാട്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്നും നമ്മുടെ ഗംഗ എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു? ബംഗ്ലാദേശിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അവിടെ ഗംഗ അറിയപ്പെടുന്ന പേരാണ് പത്മ എന്ന്. പത്മ എന്നറിയപ്പെടുന്ന ഗംഗ ബംഗ്ലാദേശിൽ നമ്മുടെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് ജമുന. പത്മയും ജമുനയും കൂടെ കോൺഫ്ലുവൻസ് ചെയ്ത് മേഘ്ന എന്ന പേരിൽ ബേ ഓഫ് ബംഗാളിലേക്ക് ഡ്രെയിൻ ഓഫ് ചെയ്യുകയാണ്. ഇതാണ് ഗംഗയുടെ ഒരു വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ ഇനി നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ നോക്കാം. യമുന, ചമ്പൽ, ബനാസ്, സിന്ധ്, ബെത്തുവ, കെൻ, സൺ, ഇതൊക്കെയാണ് നമ്മുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്നറിയപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ യമുന. ഗംഗയുടെ ഏറ്റവും ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റമാണ് യമുന എന്ന് പറയുന്നത്. ഓക്കെ, കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യമുനയും നമ്മുടെ ഗംഗയും അതുപോലെ തന്നെ മിത്തിക്കൽ റിവർ എന്നറിയപ്പെടുന്ന സരസ്വതിയും കൂടെ അലഹബാദിൽ വെച്ചിട്ട് കോൺഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ത്രിവേണി സംഗമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, ഈ അലഹബാദിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ അടുത്ത് നടന്ന കുംഭമേള അല്ലെ, 12 വർഷത്തിലൊരിക്കൽ, അതുപോലെ 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഈ പറയുന്ന അലഹബാദിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അലഹബാദിന്റെ ഇപ്പോഴത്തെ പേരാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കുക. ഇതാണ് യമുന എന്ന് പറയുന്നത്. യമുന നമ്മൾ കാളിന്തി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അത് മാത്രമല്ല, ഡൽഹി, മാതുര, ആഗ്ര ഈ ഒരു ഏരിയയിലൂടെയൊക്കെ കടന്നു വരുന്ന ഒരു റിവറാണ് യമുന എന്ന് പറയുന്നത്. ആൻഡ് യമുന നമ്മുടെ പാറ്റ്നയ്ക്ക് അടുത്ത് വെച്ചിട്ട് ഗംഗയുമായിട്ട്, പാറ്റ്നയല്ല, അലഹബാദിന് അടുത്ത് വെച്ചിട്ട് ഗംഗയുമായിട്ട് കോൺഫ്ലുവൻസ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചമ്പൽ. ചമ്പൽ എന്ന് പറയുന്നത് നമ്മുടെ മധ്യപ്രദേശിലെ മാൽവ പ്ലേറ്റിന്റെ ഭാഗമായിട്ടുള്ള മോ ഏരിയയിലാണ് ചമ്പൽ ഒറിജിനേറ്റ് ആവുന്നത്. ചമ്പലിന്റെ മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ചമ്പലിന്റെ ബാറ്റ്ലാൻഡ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ചമ്പൽ റാവിൻസ് എന്ന് പറയും. ചമ്പലിന്റെ വാട്ടർ ഫ്ലോ മൂലം ഉണ്ടാകുന്ന ആ ഇറോഷണൽ ഏരിയാസിന്റെ ഒക്കെ ഒരു ഇറോഷണൽ ഏരിയാസിന്റെ അല്ലെങ്കിൽ ഇറോഷണൽ ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ പറയുന്നത് ചമ്പൽ റാവിൻസ് എന്ന് പറയുന്നത്. സോ ചമ്പൽ റാവിൻസ് അല്ലെങ്കിൽ ചമ്പലിന്റെ ബാറ്റ്ലാൻഡ് ടോപ്പോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ യമുനയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആണെന്നുള്ളതും മനസ്സിലാക്കുക. നെക്സ്റ്റ് ബനാസ്. നമ്മുടെ ചമ്പലിന്റെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആണ് ബനാസ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ഡയറക്ട്ലി ആ ഒരു പർട്ടിക്കുലർ റിവറിലേക്ക് കണക്ട് ആവണമെന്നില്ല. പക്ഷേ ഇതിന്റെ വാട്ടർ ഫൈനലി ആ ഒരു പർട്ടിക്കുലർ മേജർ റിവർ സിസ്റ്റവുമായിട്ട് കണക്ട് ആയാൽ തന്നെ നമ്മൾ അതിനെ അവയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയാറുണ്ട്. സോ ബനാസ് ഇൻക്ലൂഡഡ് എന്താണ്, നമ്മുടെ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. ബനാസ് ചമ്പലിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ്. ഇത് അരവല്ലി റേഞ്ചിലാണ് ഒറിജിനേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ അരവല്ലി റേഞ്ചിന്റെ സദേൺ പാർട്ടിലാണ് ഒറിജിനേറ്റ് ആവുന്നത്. ഇവിടുന്ന് ഇത് നമ്മുടെ രാജസ്ഥാന്റെയും അതുപോലെ തന്നെ മധ്യപ്രദേശിന്റെയും ഒരു ബോർഡർ ഏരിയ ആയിട്ടുള്ള സവായ് മാധോപൂരിൽ വെച്ചിട്ട് ചമ്പലുമായിട്ട് കണക്ട് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ബനാസ് റിവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കെൻ റിവർ ആണ്. ഓക്കെ, കെൻ റിവർ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ബാർണർ റേഞ്ചിലാണ് ഒറിജിനേറ്റ് ആവുന്നത്. ഈ കെൻ റിവറും അതുപോലെ തന്നെ ബെത്വ റിവർ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബെത്വ റിവർ ആണ്. ബെത്വ റിവറും നമ്മുടെ മധ്യപ്രദേശിലെ തന്നെ വിന്ധ്യൻ റേഞ്ചിലാണ് ഒറിജിനേറ്റ് ആവുന്നത്. ഇവ രണ്ടും കൂടെ ഈ കെൻ ബെത്വ ലിങ്കിങ് വാട്ടർ ലിങ്കിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ഉണ്ട്. അതായത് ബേസിക്കലി നമ്മുടെ മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും ഇടയിലുള്ള ബുണ്ടേൽഖണ്ഡ് റീജിയനിൽ ഇറിഗേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഡ്രയർ ഏരിയാസിൽ കൂടുതൽ ഇറിഗേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രൊജക്ട് ആണ് കെൻ ബെത്വ വാട്ടർ ലിങ്കിങ് പ്രൊജക്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഉള്ള ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ ഡ്രയർ ഏരിയാസിലോട്ട് ഇറിഗേഷൻ കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രൊജക്ട് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കെൻ ബെത്വ. അതായത് കെന്നിലെ സർപ്ലസ് ആയിട്ടുള്ള വാട്ടറിനെ നമ്മുടെ ബെത്വയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ഒരു പർട്ടിക്കുലർ പ്രൊജക്ട് ആണ് കെൻ ബെത്വ വാട്ടർ ലിങ്കിങ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ സൺ റിവർ. സൺ റിവർ എന്ന് പറയുന്നത് നമ്മുടെ അമർഖാണ്ടക് പ്ലേറ്റ്യൂല് ഒറിജിനേറ്റ് ആയിട്ട് വരുന്ന ഒരു പർട്ടിക്കുലർ റിവർ ആണ് സൺ റിവർ എന്ന് പറയുന്നത്. കെയ്മർ റേഞ്ചിൽ കൂടെയാണ് ഇത് ഫ്ലോ ചെയ്ത് വരുന്നത്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നർമ്മദ റീജിയനുമായിട്ട് വളരെ ക്ലോസ് ആണ്.
ഇത് നമ്മുടെ ബീഹാറിലേക്ക് എത്തുകയാണ്. അതായത് ഗംഗയിലേക്ക് കണക്ട് ആവാൻ വേണ്ടിയിട്ട് ബീഹാറിലെ പാറ്റ്നയിൽ വെച്ചിട്ടാണ് നമ്മുടെ സൺ റിവർ കണക്ട് ആകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സണ്ണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ സദേൺ ഭാഗത്തിൽ നിന്നും ഗംഗയിലേക്ക് കണക്ട് ആകുന്ന ഒരു ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആണ് സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ദാമോദർ റിവർ. ദാമോദർ റിവർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൾട്ടിവാലി പ്രൊജക്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നടന്നിട്ടുള്ള ഒരു പർട്ടിക്കുലർ റിവർ ആണ് ദാമോദർ വാലി പ്രൊജക്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ അമേരിക്കയിലെ ടെന്നസി മോഡൽ രീതിയിൽ നടത്തിയിരിക്കുന്ന കുറച്ചധികം പ്രൊജക്റ്റുകളാണ് ദാമോദർ വാലി പ്രൊജക്ട്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ദാമോദർ ഒറിജിനേറ്റ് ആവുന്നത് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിലൂടെയാണ്. അതിനുശേഷം അത് പർട്ടിക്കുലർ റിഫ്റ്റ് വാലിയിലൂടെ ഫ്ലോ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക്, അതായത് ഈ പർട്ടിക്കുലർ ഗംഗാ പ്ലെയിൻ, ദാമോദർ വാലി പ്ലെയിനും അതുപോലെ ഛോട്ടാ നാഗ്പൂർ പ്ലെയിൻ അല്ലെങ്കിൽ ഛോട്ടാ നാഗ്പൂർ ഏരിയയും നമുക്ക് ധാരാളം മിനറൽ റിസോഴ്സസിന്റെ റിച്ച് ഏരിയ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ? സോ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ നമ്മൾ റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ജർമ്മനിയിൽ റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കൂടുതൽ മിനറൽ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഏരിയാസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏരിയ ആണ് നമ്മുടെ ദാമോദർ വാലി പ്ലെയിൻ, അതുപോലെ തന്നെ ഛോട്ടാ നാഗ്പൂർ പ്ലെയിനും കൂടെ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ദാമോദർ വാലിയിലുള്ള പ്രൊജക്ടുകൾ മനസ്സിലാക്കുക. ദാമോദർ വാലി പ്രൊജക്ട് നമ്മുടെ അമേരിക്കയിലെ ടെന്നസി പ്രൊജക്റ്റുമായിട്ട് ഒത്തിരി സിമിലാരിറ്റീസ്, അല്ലെങ്കിൽ അതൊരു മോഡലാക്കി നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രൊജക്ട് ആണ് ദാമോദർ വാലി പ്രൊജക്ട് എന്നുള്ളത്. നമ്മൾ നെക്സ്റ്റ് ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ കുറിച്ചിട്ടാണ് നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നിമോണിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെറിയ നിമോണിക്സ് ഒക്കെ നമുക്ക് ഓർത്ത് വെക്കാം. കുറേയധികം ട്രിബ്യൂട്ടറീസ് ഒക്കെ നമ്മൾ പഠിച്ചു വരുമ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒരു നിമോണിക്സ് എന്ന് പറയുന്നത് RG3KM എന്നുള്ളതാണ്. രാംഗംഗ, ഗണ്ഡക്, ഘാഗ്ര, ഗോമതി, കോസി, മഹാനന്ദ. അപ്പം നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഗണ്ഡക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ റിവർ നമ്മുടെ നേപ്പാളിലാണ് ഇത് ഒറിജിനേറ്റ് ആവുന്നത്. ആ ഭാഗത്ത് ഇത് നാരായണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും വാൽമീകി നാഷണൽ പാർക്ക്. ഈ ഗണ്ഡക്, അതായത് വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഗണ്ഡക് ആണ്. ഗണ്ഡക്, കാളി ഗണ്ഡക് ആൻഡ് തൃശൂൽ ഗംഗ, ഇങ്ങനെ രണ്ട് നദികളായിട്ടാണ് ഒഴുകുന്നത്. ഫൈനലി നമ്മുടെ പാറ്റ്നയിൽ വെച്ചിട്ട് ഗംഗയുമായിട്ട് കണക്ട് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഘാഗ്രയാണ്. ഘാഗ്ര മാപ്ചാചുങ്കോ ഗ്ലേഷ്യർ, അതായത് നേപ്പാളിലുള്ള മാപ്ചാചുങ്കോ ഗ്ലേഷ്യറിലാണ് ഘാഗ്ര ഒറിജിനേറ്റ് ആവുന്നത്. അവിടെ നേപ്പാളിൽ ഇത് അറിയപ്പെടുന്നത് കർണാലി എന്ന പേരിലാണ്. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. കൂടെ കാളി അല്ലെങ്കിൽ സാർദ റിവർ എന്ന് പറയുന്നത് നമ്മുടെ ഘാഗ്രയുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. അതിനുശേഷം ചപ്ര എന്ന് പറയുന്ന ഏരിയയിൽ വെച്ചിട്ട് ഗംഗയുമായിട്ട് ഘാഗ്ര കണക്ട് ആവുന്നു. ഘാഗ്ര എന്ന് പറയുന്നത് ബൈ വോളിയം ഗംഗയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗോമതി ഒറിജിനേറ്റ്സ് ഫ്രം ഗോമതി താൽ അല്ലെങ്കിൽ ഫുൽഹാർ ജീൽ എന്ന് പറയാനായിട്ട് പറ്റും. ഈ ഭാഗത്താണ് ഗോമതി ഒറിജിനേറ്റ് ആവുന്നത്. നമ്മുടെ രാംഗംഗയുടെയും ശാരദ അല്ലെങ്കിൽ കാളി റിവറിന്റെയും ഏരിയയുടെ ഇൻ ബിറ്റ്വീൻ ആണ് ഗോമതി ഡ്രെയിൻ ഓഫ് ചെയ്യുന്നത്. നമ്മുടെ ടെറിട്ടോറിയൽ ആർമി ഒരു കൃത്യമായിട്ടൊരു ടാസ്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗോമതിയുടെ റിജുവിനേഷനും അതുപോലെ തന്നെ ഗോമതിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും. സോ അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് രാംഗംഗ എന്ന് പറയുന്നത് നമ്മുടെ കനൌജിൽ വെച്ചിട്ടാണ് ഗംഗയുമായിട്ട് കണക്ട് ആവുന്നത്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റമാണ് രാംഗംഗ എന്ന് പറയുന്നത്. രാംഗംഗ ഉത്തരാഖണ്ഡിലെ ഗർവാൾ ഹിൽസിലാണ് റൈസ് ആവുന്നത്. അതിനുശേഷം കനൌജിൽ വെച്ചിട്ട് ഗംഗയുമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ആണ് കോസി റിവർ എന്ന് പറയുന്നത് ഒരു ആന്റിസിഡന്റ് റിവർ ആണെന്ന് പറയുന്നുണ്ട്. ബേസിക്കലി എന്താണ് ആന്റിസിഡന്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയാസ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായി വന്നിരിക്കുന്ന കുറച്ചധികം റിവർ സിസ്റ്റം ആണ് ആന്റിസിഡന്റ് റിവർ സിസ്റ്റം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഹിമാലയാസ് ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ ഉണ്ടായിരുന്ന റിവർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ആന്റിസിഡന്റ് റിവേഴ്സ് എന്ന് പറയാൻ പറ്റുക. ആന്റിസിഡന്റ് റിവേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് കോസി. ഇതുകൂടാതെ തന്നെ നമ്മളിപ്പോ കണ്ട ഗണ്ഡക്, ഇൻദസ്, സത്ലജ്, ബ്രഹ്മപുത്ര, അളകനന്ദ, കോസി, ഈ റിവേഴ്സ് ഒക്കെ എന്താണ് നമ്മുടെ ആന്റിസിഡന്റ് റിവേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഈ കോസിയും നമ്മുടെ ടിബറ്റിലാണ് ഒറിജിനേറ്റ് ആവുന്നത്. അവിടെ അതിന്റെ മെയിൻ സ്ട്രീം ആയിട്ടാണ് അരുൺ റൈസ് ആവുന്നത്. അതിനുശേഷം ഹിമാലയാസുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറേയധികം തിമൂർ കോസി, അതുപോലെ തന്നെ സൺ കോസി, ഇങ്ങനെ കുറേയധികം റിവേഴ്സുമായിട്ട് കോൺഫ്ലുവൻസ് ചെയ്യുന്നു. അരുണുമായിട്ട് ഈ റിവേഴ്സ് വന്ന് കണക്ട് ആകുമ്പോൾ സപ്ത കോസി എന്ന പേരിൽ ഇവ അറിയപ്പെടുന്നുണ്ട്. ഇതാണ് കോസി റിവർ സിസ്റ്റം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മഹാനന്ദയാണ്.
ഡാർജിലിംഗ് ഹിൽസിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു ആൻഡ് വെസ്റ്റ് ബംഗാളിൽ ഗംഗയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ് ഗംഗയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്നറിയപ്പെടുന്നത്. സോ ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ നമ്മുടെ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം. ഓക്കെ, ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം ഹിമാലയൻ റിവറിൽ അല്ലെങ്കിൽ ഹിമാലയൻ ഏരിയയിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ബേ ഓഫ് ബംഗാളിലേക്ക് ഡ്രെയിൻ ഓഫ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വാട്ടർ സിസ്റ്റം ആണ്. ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ആവുന്നത് നമ്മുടെ ചെമയുങ്ഡങ് ഗ്ലേഷ്യർ, അതായത് ടിബറ്റിലെ മാനസരോവർ ലേക്കിൽ തന്നെയുള്ള ചെമയുങ്ഡങ് ഗ്ലേഷ്യറിലാണ് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം ഒറിജിനേറ്റ് ആവുന്നത്. ടിബറ്റിൽ ഇത് സാങ്പോ അല്ലെങ്കിൽ യർലുങ് സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മുടെ ഈസ്റ്റേൺ മോസ്റ്റ് പീക്ക് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്ന നംജ ബർവയുടെ ഭാഗത്തെത്തുമ്പോൾ ഇതാ ഒരു സിൻടാക്സൽ ബെൻഡ് എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ ഭാഗത്ത് ഒരു സിൻടാക്സൽ ബെൻഡ് എടുത്തതിന് ശേഷം എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു? അരുണാചൽ പ്രദേശിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അരുണാചൽ പ്രദേശിൽ ഇവ സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം അരുണാചൽ പ്രദേശിലൂടെ ഒഴുകി വന്ന് നമ്മുടെ ആസാമിലേക്ക് കടക്കുന്നു. സാദിയയിൽ വെച്ച് ആസാമിലേക്ക് കടക്കുന്നു. ആസാമിൽ ആണ് ഈ പർട്ടിക്കുലർ റിവർ സിസ്റ്റം ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ നമ്മൾ മജൂലി, ലോകത്തെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ആയിട്ടുള്ള മജൂലി ഐലൻഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് വണ്ണോണ്ട് റൈനോസറസ് കാണാൻ പറ്റുന്ന കാസിരംഗ നാഷണൽ പാർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഒരു റിവർ സിസ്റ്റം കൂടെയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഇതിനുശേഷം ബ്രഹ്മപുത്ര നമ്മുടെ ദുബ്രിക്ക് അടുത്ത് വെച്ചിട്ട്, ആസാമിലെ ദുബ്രി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വെച്ചിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. ബംഗ്ലാദേശിൽ ഇത് അറിയപ്പെടുന്ന പേരാണ് ജമുന. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗംഗയുമായിട്ട് കണക്ട് ആയി, ഗംഗ എന്ന പത്മയുമായിട്ട് കണക്ട് ആയി മേഘ്ന എന്ന ഒരു പുതിയ റിവർ സിസ്റ്റം ആയിട്ടാണ് ബേ ഓഫ് ബംഗാളിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു ചെമയുങ്ഡങ് ഗ്ലേഷ്യറിലാണ് ഇത് ഫോം ആവുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ മാനസരോവർ ലേക്കില് ബ്രഹ്മപുത്രയുടെ ആ ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റം ഒറിജിനേറ്റ് ആവുന്ന ആ ഒരു ഭാഗത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് മറിയംല എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഗ്ലേഷ്യർ സിസ്റ്റം ആണ് കേട്ടോ. ആ ഭാഗത്തിൽ നിന്നാണ് ഈ ഒരു പർട്ടിക്കുലർ ചെമയുങ്ഡങ് ഗ്ലേഷ്യറിൽ നിന്ന് ബ്രഹ്മപുത്ര ഒഴുകി വരുന്നത്. നമ്മൾ പറഞ്ഞു സാങ്പോ എന്നാണ് ടിബറ്റിൽ അതിന്റെ പേര്, അരുണാചൽ പ്രദേശിൽ അതിന്റെ പേര് ദിഹാങ് അല്ലെങ്കിൽ സിയാങ്, ആൻഡ് ബ്രഹ്മപുത്രയിൽ ആസാമിൽ വരുമ്പോഴാണ് ബ്രഹ്മപുത്ര എന്ന പേര് അറിയപ്പെടുന്നത്. ദെൻ വീണ്ടും ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മജൂലി ഐലൻഡ് ഓർക്കുക, ഇതാണ് മജൂലി ഐലൻഡ് ഒരു പിക്കാണ്. നമ്മുടെ ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ് ആണ് മജൂലി ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനുശേഷം ദുബ്രിക്ക് അടുത്ത് വെച്ചിട്ട് ബംഗ്ലാദേശിലേക്ക് ഫ്ലോ ചെയ്യുന്ന മേഘ്നയായിട്ട് ഫ്ലോ ചെയ്യുന്ന റിവർ സിസ്റ്റത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ബ്രഹ്മപുത്രയുടെ ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസിനെ മനസ്സിലാക്കണം. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് ധൻസിരി. ധൻസിരി എന്ന് പറയുന്നത് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്രയാണ്. നാഗാലാൻഡ് ലിയാസാങ് പീക്കിലാണ് ഇത് ഒറിജിനേറ്റ് ആവുന്നത്. അവിടുന്ന് ഗോലാഘാട്ട് ഡിസ്ട്രിക്ട് ഓഫ് ആസാം അതുപോലെ നാഗാലാൻഡിലൊക്കെ ഡ്രെയിൻ ചെയ്തതിനു ശേഷമാണ് ഇത് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോഹിത്. ഓക്കെ, ലോഹിത് എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറി ആണ്. ഇവിടെ നമ്മുടെ ഈസ്റ്റേൺ ടിബറ്റിന്റെ ഭാഗത്താണ് ഇത് ഒറിജിനേറ്റ് ആവുന്നത്. ഈ ലോഹിത്തിലാണ് നമ്മുടെ ഏറ്റവും വലിയ റിവർ ബ്രിഡ്ജ് ആയിട്ടുള്ള ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് അല്ലെങ്കിൽ ധോള സാദിയ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ബ്രിഡ്ജ് ഫോം ആവുന്നത്. ബ്രഹ്മപുത്രയുടെ സിംഗർ എന്നറിയപ്പെടുന്ന ആളാണ് ഭൂപൻ ഹസാരിക. അദ്ദേഹത്തിന്റെ പേരിലും ആ പർട്ടിക്കുലർ ബ്രിഡ്ജ് അറിയപ്പെടുന്നുണ്ട്, ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് അല്ലെങ്കിൽ ധോള സാദിയ ബ്രിഡ്ജ്. നമ്മുടെ അരുണാചൽ പ്രദേശിനെയും ആസാമിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റിവർ ബ്രിഡ്ജ് ആണ് ധോള സാദിയ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ലോഹിത് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ബ്രഹ്മപുത്രയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ തീസ്ത റിവർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് പണ്ട് ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിരുന്നു. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ഫ്ലഡ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇതിന്റെ ചാനൽ കോഴ്സ് ഷിഫ്റ്റ് ചെയ്തത്. ധാരാളം വെള്ളപ്പൊക്കങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റമാണ് തീസ്ത റിവർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അതിവേഗ അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് തീസ്തയാണ്. അതുപോലെ തന്നെ സിക്കിമിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഗാങ്ടോക്കിലൂടെ ഒഴുകി വരുന്ന ഒരു നദിയാണ് തീസ്ത റിവർ എന്ന് പറയുന്നത്. സോ ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നതും തീസ്ത തന്നെയാണ്. നെക്സ്റ്റ് ആണ് കാമെങ് റിവർ. ഓക്കെ, കാമെങ് റിവർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മപുത്രയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. തവാങ് ഡിസ്ട്രിക്റ്റിലാണ് കാമെങ് റിവർ റൈസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മാത്രമല്ല അവിടെ നമ്മുടെ പഖ്ഹുയി വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്യുന്നതും ഈ പർട്ടിക്കുലർ റിവർ സിസ്റ്റത്തിന്റെ അടുത്താണ്. പഖ്ഹുയി വൈൽഡ് ലൈഫ് സാങ്ച്വറി.
നെക്സ്റ്റ് വൺ ആണ് സുബൻസിരി റിവർ. ബ്രഹ്മപുത്രയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റിവർ സിസ്റ്റം ആണ് സുബൻസിരി റിവർ. ലോക്കൽ പീപ്പിൾ ഇതിനെ ഗോൾഡ് റിവർ എന്ന് പറയാറുണ്ട്. അതിൽ കാണുന്ന ഗോൾഡ് ഡസ്റ്റിന്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ലോക്കൽസ് ഇതിനെ ഗോൾഡ് റിവർ എന്ന് അല്ലെങ്കിൽ പറയുന്നത്. ഓക്കെ, സുബൻസിരി റിവർ ഫ്ലോ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ത്രൂ ദ ലോവർ സുബൻസിരി ഡിസ്ട്രിക്ട് ഇൻ അരുണാചൽ പ്രദേശ് ആൻഡ് ദെൻ സൗത്ത് ത്രൂ ദ അസാം വാലി where it joins the right bank of the Brahmaputra river in the Lakhimpur district of Assam. ആസാമിലെ ലഖിംപൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് ബ്രഹ്മപുത്രയുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സുബൻസിരി ലോവർ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് നമുക്ക് കാണാൻ പറ്റും. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മനാസ്. മനാസ് എന്ന് പറയുന്ന റിവർ നമ്മുടെ ഭൂട്ടാനിലും അതുപോലെ ഇന്ത്യയിലൂടെയും ഒഴുകുന്ന ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റം ആണ്. ഇത് കൃത്യമായിട്ടും ഒരു ട്രാൻസ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭൂട്ടാനും അതുപോലെ ഇന്ത്യൻ ഏരിയയുമായിട്ട് ഒരു ട്രാൻസ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റം ആണ് മനാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് ദ ബ്രഹ്മപുത്ര റിവർ. ഇറ്റ് ഈസ് എ ട്രാൻസ് ബൗണ്ടറി റിവർ ഇൻ ദ ഹിമാലയൻ ഫൂട്ടിൽസ് ബിറ്റ്വീൻ സദേൺ ഭൂട്ടാൻ ആൻഡ് ഇന്ത്യ. Bhutan and the Manas river flows through Bhutan and Assam in India before it joins the right bank of the ബ്രഹ്മപുത്ര റിവർ. ഇവിടെ മാപ്പ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ സങ്കോഷ്. സങ്കോഷ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു ട്രൈ ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ട്രൈ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റം ആണ്. നമ്മുടെ ഭൂട്ടാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ഇതാണ് ആ ഒരു പർട്ടിക്കുലർ ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ട്രാൻസ് ബൗണ്ടറി റിവർ ആൻഡ് ഇറ്റ് ഫ്ലോസ് ത്രൂ ഭൂട്ടാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്. ഇറ്റ് റൈസസ് ഇൻ ദ നോർത്തേൺ ഭൂട്ടാൻ റീജിയൻ. ഓക്കെ, മാപ്പിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു നോർത്തേൺ ഭൂട്ടാൻ റീജിയനിലാണ് ഈ പർട്ടിക്കുലർ റിവർ സിസ്റ്റം ഒറിജിനേറ്റ് ആവുന്നത്. ഭൂട്ടാൻ, അതുപോലെ തന്നെ ഇന്ത്യ, ബംഗ്ലാദേശ്, ഇതിന്റെ ട്രൈ ജംഗ്ഷനിലുള്ള ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റവും കൂടെയാണ് സങ്കോഷ് റിവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പെൻസ്ലാർ റിവർ സിസ്റ്റം. പെൻസ്ലാർ റിവർ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് അതുപോലെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് ഡിവൈഡ് ചെയ്യാം. അതിൽ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ ഏറ്റവും അല്ലെങ്കിൽ പെൻസ്ലാർ റിവർ സിസ്റ്റത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് റിവർ സിസ്റ്റം ആയിട്ടുള്ള ഒരു റിവറാണ് ഗോദാവരി റിവർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവറാണ് ഗംഗ. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും നീളം കൂടിയ റിവർ ഏതാണെന്ന് ചോദിച്ചാൽ അത് റിവർ ഇൻഡസ് ആണ്. ഓക്കെ, ദെൻ ഇന്ത്യൻ ഉപദ്വീപ് അല്ലെങ്കിൽ ഇന്ത്യൻ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവറാണ് റിവർ ഗോദാവരി എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റിവർ ഏതാണ്? അതും ഗോദാവരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഗോദാവരി റിവർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെക്കൻഡ് ലോങ്സ്റ്റ് കോഴ്സ് ഇൻ ഇന്ത്യ വിത്ത് ബ്രൗണിഷ് വാട്ടർ ആണ്. ഇവിടെയും അത്യാവശ്യം നമുക്ക് ഇറോഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ബട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഇറോഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലാറ്ററൽ ഇറോഷൻ ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അത് മാത്രമല്ല ഈ ഗോദാവരി റിവറിനെയാണ് നമ്മൾ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്? നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ സദേൺ റീജിയനിലേക്ക് വരുമ്പോൾ ഏറ്റവും നീളം കൂടിയ റിവർ അതാണ് ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ റിവർ തന്നെയാണ് വൃദ്ധ ഗംഗ എന്നും അറിയപ്പെടുന്നത്. നമ്മുടെ സബ് കോണ്ടിനെന്റ് നമുക്കറിയാം ഇന്ത്യൻ പെനിൻസുലാർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പഴക്കം ചേർന്ന ഒരു ലാൻഡ്മാസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള റിവർ എന്ന രീതിയിലാണ് വൃദ്ധ ഗംഗ എന്നും ഗോദാവരിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഗോദാവരി നമ്മുടെ ത്രയംബകേശ്വർ ഹിൽസിലാണ്, മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ ഹിൽസിലാണ് ഒറിജിനേറ്റ് ആവുന്നത്. അതിനുശേഷം നമ്മുടെ മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒറീസ റീജിയനിലൊക്കെ ഒഴുകി ബേ ഓഫ് ബംഗാൾ റീജിയനിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗോദാവരി നമ്മുടെ ഗോദാവരിയുടെ തീരത്താണ് നാസിക് പട്ടണം ഉള്ളത്. നാസിക്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുംഭമേളയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുംഭമേള നടക്കുന്ന മറ്റൊരു റീജിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നാസിക്കാണ്. ഈ നാസിക്കിലാണ് കുംഭമേള നടക്കുന്നത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രി എന്ന് പറയുന്ന ഏരിയയും ഏത് ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഗോദാവരിയുടെ തീരത്തുള്ള ഒരു പർട്ടിക്കുലർ സിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇത് മാത്രമല്ല, ഗോദാവരിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ട്രിബ്യൂട്ടറീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ മെയിൻ ട്രിബ്യൂട്ടറീസ് ആണ് നമ്മുടെ ഇന്ദ്രാവതി, പെൻഗംഗ, വെയിൻഗംഗ പോലുള്ള റിവേഴ്സ്. ഇതിൽ ഇന്ദ്രാവതിയിലാണ് ഇന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ചിത്രകൂട് വാട്ടർഫോൾസ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ചിത്രകൂട് വാട്ടർഫോൾസ് ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഇന്ദ്രാവതി റിവറിലാണ്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കൃഷ്ണ റിവർ സിസ്റ്റം ആണ്. ഓക്കെ, പാതാളഗംഗ, അർദ്ധഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റം ആണ് കൃഷ്ണഗംഗ. തെലുങ്ക് ഗംഗ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ റിവർ സിസ്റ്റം ഒറിജിനേറ്റ് ആവുന്നത് നമ്മുടെ മഹാബലേശ്വർ കുന്നുകളിലാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഒറിജിനേറ്റ് ആയി മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശിലേക്ക് വന്ന് നമ്മുടെ ബേ ഓഫ് ബംഗാൾ റീജിയനിലേക്ക് പോവുകയാണ് കൃഷ്ണ റിവർ ചെയ്യുന്നത്. ഈ കൃഷ്ണ റിവറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ആണ് ഭീമ, കൊയ്ന, തുംഗഭദ്ര,
പോലുള്ള റിവേഴ്സ്. ഓക്കെ, അതുപോലെ മൂസി റിവർ. ഇത്രയും റിവേഴ്സ് നമ്മുടെ കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ തുംഗഭദ്രയുടെ തീരത്തിൽ കൂടെ പോകുന്ന ഒരു ചരിത്ര നഗരമുണ്ട്, അല്ലെങ്കിൽ തീരത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ചരിത്ര നഗരമാണ് ഹംപി എന്ന് പറയുന്നത്. അതുപോലെ മൂസി പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന ഒരു പർട്ടിക്കുലർ റിവറാണ് ഹൈദരാബാദ്. ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ കൃഷ്ണ റിവറിലുള്ള ഒരു പ്രൊജക്റ്റ് ആണ് അൾമാട്ടി ഡാം. ഓക്കെ, അൾമാട്ടി ഡാം നമുക്ക് കൃഷ്ണ റിവറിൽ കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ ഡെൽറ്റ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത് സുന്ദർബൻസ് ആണ്. നമ്മുടെ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഉള്ള ആ ഒരു പർട്ടിക്കുലർ ഡെൽറ്റ റീജിയൻ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് KG ബേസിൻ. കൃഷ്ണ ഗോദാവരി നദികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡെൽറ്റ പ്രദേശമാണ് KG ബേസിൻ. അത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണെന്നുള്ളത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന റിവറാണ് കാവേരി റിവർ. ഓക്കെ, കാവേരി റിവറിനെ നമ്മൾ നമ്മുടെ സംഘകാലത്ത് വളരെയധികം വാത്സര്യപൂർവ്വം വിളിക്കുന്ന ഒരു പേരാണ് പൊന്നി നദി. ഓക്കെ, പൊന്നി നദി എന്നറിയപ്പെടുന്നത് കാവേരി റിവർ ആണ്. ഇത് നമ്മുടെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിലാണ് കാവേരിയുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാവേരി ഒഴുകി വരുമ്പോഴത്തേക്കിനും ശ്രീരംഗപട്ടണം, അതുപോലെ നമ്മുടെ കർണാടകയിലെ ശ്രീരംഗപട്ടണം, തമിഴ്നാട്ടിലെ ഈറോഡൊക്കെ ഏത് ഭാഗത്താണ്? ഈ കാവേരി നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഡാമായിട്ടുള്ള ഗ്രാൻഡ് ഡാം, അല്ലെങ്കിൽ ഗ്രാൻഡ് അണൈക്കട്ട് എന്നൊക്കെ പറയുന്ന ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നതും നമ്മുടെ കാവേരി റിവർ സിസ്റ്റത്തിലാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ഹൊഗനക്കൽ വാട്ടർഫോൾസും സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ കാവേരി റിവർ സിസ്റ്റത്തിലാണ്. ഇതിനുശേഷം നമുക്ക് കാവേരിക്ക് കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കബനി, പാമ്പാർ, ഭവാനി, ഇതൊക്കെ എന്താണ് കാവേരിയുടെ വാട്ടർ ട്രിബ്യൂട്ടറീസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മഹാനദി റിവർ സിസ്റ്റം ആണ്. ഓക്കെ, ഈ മഹാനദി ഛത്തീസ്ഗഡിലെ സിഹാവ കുന്നുകളിലാണ് ഒറിജിനേറ്റ് ആവുന്നത്. അതിനുശേഷം നമ്മുടെ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ റീജിയനിലൂടെ ഫ്ലോ ചെയ്ത് ബേ ഓഫ് ബംഗാളിലേക്ക് വന്നെത്തുന്ന ഒരു പർട്ടിക്കുലർ സിസ്റ്റമാണ് മഹാനദി എന്ന് പറയുന്നത്. ഈ മഹാനദിയുടെ തീരത്താണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മസ്ഥലമായിട്ടുള്ള കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പുരി ജഗന്നാഥ ക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സ്ഥലവും മഹാനദിയുടെ തീരത്ത് തന്നെയാണുള്ളത്. മഹാനദിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം ട്രിബ്യൂട്ടറീസ് ഉണ്ട്. അതിലൊരു മെയിൻ ട്രിബ്യൂട്ടറീസ് ആണ് ഷിയോനാഥ്, ഇബ്, ഓങ്, ഇതൊക്കെ മഹാനദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഈ ഷിയോനാഥ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ട ഒരു പർട്ടിക്കുലർ നദിയാണ് ഷിയോനാഥ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഡാംസ് ആയിട്ടുള്ള ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നതും മഹാനദിയിലാണ്. ഇനി നമുക്ക് വെസ്റ്റ് ഫ്ലോയിങ് റിവർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നോക്കണം. വെസ്റ്റ് ഫ്ലോയിങ് റിവർ സിസ്റ്റം ആണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള നർമ്മദ ആൻഡ് തബി, അല്ലെ? റിഫ്റ്റ് വാലിയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന നർമ്മദ ആൻഡ് തബി. ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് നമുക്കറിയാം. നമ്മുടെ സബർമതി, അതുപോലെ ലൂണി, അങ്ങനെ കുറച്ചധികം ശരാവതി, കുറച്ചധികം റിവർ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നർമ്മദ റിവർ സിസ്റ്റം ആണ്. നർമ്മദ നമ്മുടെ മധ്യപ്രദേശിലെ അമർകണ്ടക് ഹിൽസിലാണ് ഒറിജിനേറ്റ് ആവുന്നത്. അവിടുന്ന് കൃത്യമായിട്ടും എന്താണ് ഒരു നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു ഫ്രണ്ടിയർ ഡിവൈഡ് ചെയ്യുന്നത് നമ്മുടെ നർമ്മദ റിവർ സിസ്റ്റം ആണ്. ഓക്കെ, അവിടുന്ന് കൃത്യമായിട്ടും പെനിൻസുലർ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ പെനിൻസുലർ ഇന്ത്യയുടെ ഒരു മേജർ റിവർ സിസ്റ്റം ആയിട്ട് തന്നെ നർമ്മദ ഫ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നർമ്മദ, താപി, അതുപോലെ ലൂണി, മാഹി റിവേഴ്സ് ആണ് നമ്മൾ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ശരാവതി റിവേഴ്സ് ആണ് നമ്മൾ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിനുശേഷം ഈ പർട്ടിക്കുലർ റിവർ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്രയിലൂടെ ഒഴുകി അറേബ്യൻ സീ സിസ്റ്റത്തിലോട്ട് വന്ന് ഡ്രെയിൻ ഓഫ് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അറേബ്യൻ സിസ്റ്റത്തിലേക്ക് വന്ന് ഡ്രെയിൻ ഓഫ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റം ആയിട്ടുള്ള വെസ്റ്റ് ഫ്ലോയിങ് റിവർ സിസ്റ്റം ആണ് നർമ്മദ. നെക്സ്റ്റ് വൺ ആണ് തപി റിവർ സിസ്റ്റം. താപ്തിയും ഇതുപോലെ തന്നെ ഒരു സെൻട്രൽ ഇന്ത്യൻ റിവർ ആണ്. ഇതും നമ്മുടെ ഈസ്റ്റ് ടു വെസ്റ്റ് ഫ്ലോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റം ആണ്. അറേബ്യൻ സീ സിസ്റ്റത്തിലോട്ട് വന്ന് കണക്ട് ആവുന്ന ഒരു പർട്ടിക്കുലർ റിവർ സിസ്റ്റം ആണ് തപി റിവർ സിസ്റ്റവും. ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ദ ഈസ്റ്റേൺ സത്പുര റേഞ്ച് ഓഫ് സദേൺ മധ്യപ്രദേശ്. അതുപോലെ തന്നെ വെസ്റ്റ്വേർഡ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്, ഡ്രെയിനിങ് ഇൻ ടു ദ ഗൾഫ് ഓഫ് കാംബെ ഓഫ് ദ അറേബ്യൻ സീ സിസ്റ്റം. ദ റിവർ ബേസിൻ ഓഫ് തപി റിവർ ലൈസ് മോസ്റ്റ്ലി ഇൻ ഈസ്റ്റേൺ ആൻഡ് നോർത്തേൺ ഡിസ്ട്രിക്ട്സ് ഓഫ് മഹാരാഷ്ട്ര സ്റ്റേറ്റ്. കൂടുതലായിട്ടും മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ് തപിയുടെ ഒരു ഫ്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദ റിവർ ഓൾസോ കവേഴ്സ് സബ് ഡിസ്ട്രിക്ട്സ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത് ആസ് വെൽ. മധ്യപ്രദേശിലും ഗുജറാത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കാം. എന്നിരുന്നാലും വന്ന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ്. ഫൈനലി നമ്മുടെ ബേ ഓഫ് അറേബ്യൻ സീ സിസ്റ്റത്തിലൊക്കെ വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇനി ഇതുകൂടാതെ നമ്മൾ പറഞ്ഞു നമുക്ക് കൂടുതൽ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു മാപ്പാണ് ഇവിടെ ഉള്ളത്. മണ്ടോവി, ലൈഫ് ലൈൻ ഓഫ് ഗോവ എന്നറിയപ്പെടുന്ന പർട്ടിക്കുലർ റിവർ സിസ്റ്റമാണ് മണ്ടോവി. അതുപോലെ സുവാരി ഉണ്ട്, കാളി നദി ഉണ്ട്, ശരാവതി റിവർ ഉണ്ട്. ശരാവതി റിവറിലാണ് നമ്മുടെ ജോഗ് വാട്ടർഫോൾസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ നേത്രാവതി, ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ഇതെല്ലാം വെസ്റ്റ് ഫ്ലോയിങ് റിവർ സിസ്റ്റം ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ റിവർ സിസ്റ്റം. ഇത്രയും നേരം നമ്മൾ നോക്കിയത് റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ ആയിരുന്നു. നമ്മളവിടെ പെനിൻസുലാർ റിവർ സിസ്റ്റം അതുപോലെ തന്നെ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ നമ്മൾ എക്കോളജിയുമായിട്ടും അതുപോലെ നമ്മുടെ IR-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഏരിയാസ് കയറി വരുന്നുണ്ട്. നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതുപോലെ ഡാംസ്, എക്കോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഏരിയയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് തീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസിൽ കാണാം. താങ്ക് യു.